പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വലിയ കൃപയാൽ നമുക്കിന്ന് ദൈവവചനത്തിന്റെ മുൻപിലായിരിക്കാൻ ദൈവം തന്ന സാവകാശത്തിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തെ അധികരിച്ചുകൊണ്ടുള്ളതായ പഠനമായിരുന്നല്ലോ നമ്മൾ ആരംഭിച്ചത്. ഇത് വേദപുസ്തകത്തിലെ പുതിയ നിയമത്തിലെ 5-ാമത്തെ പുസ്തകമാണ്. പരിശുദ്ധാത്മാവിന്റെ സുവിശേഷം, ഇനി പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾ എന്നും ഇതിന് പേര് പറയാം. ഒക്കെ നമ്മൾ ചിന്തിച്ചതാണ്. നമ്മൾ ആരംഭിക്കുന്നത് അതിന്റെ 1-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളെ അധികരിച്ചുകൊണ്ട് നമുക്ക് അതിന്റെ അല്പം ചരിത്രപരമായ കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. തെയോഫിലോസിനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞതാണല്ലോ. തെയോഫിലോസ് എന്ന വാക്കിന്റെ അർത്ഥം ദൈവത്തെ സ്നേഹിക്കുന്നവൻ എന്നാണ്. അദ്ദേഹം പൗലോസിന്റെ വിസ്താരവുമായി ബന്ധപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനായിരുന്നു തെയോഫിലോസ് എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഇതൊക്കെ നമ്മൾ പറഞ്ഞു പോന്നതാണ്. അതിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. തെയോഫിലോസെ, ഞാൻ എഴുതിയ 1-ാമത്തെ ചരിത്രം യേശു തെരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർക്ക് പരിശുദ്ധാത്മാവിനാൽ കൽപ്പന കൊടുത്തിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ അവൻ ചെയ്തതും ഉപദേശിച്ചു തുടങ്ങിയതും സകലത്തെയും കുറിച്ച് ആയിരുന്നുവല്ലോ. അവൻ കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരൂശലേം വിട്ടുപോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന് പറഞ്ഞു. 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളെ അധികരിച്ചുകൊണ്ട് നമ്മൾ ചിന്തിച്ചാൽ അതിന് 2 ഭാഗങ്ങളാണുള്ളത്. 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളെ സംബന്ധിച്ച് നാം ചിന്തിച്ചാൽ അതിന് 2 ഭാഗങ്ങളാണുള്ളത്. 1-ാമത്തെ ഭാഗത്ത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ലേഖനം എഴുതിയത്, ഈ പുസ്തകം എഴുതിയത് എന്ന് പറയുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് ഈ പുസ്തകം എഴുതിയത്? അവിടെ പറയുന്നത്, കർത്താവിന്റെ സ്വർഗാരോഹണം ശേഷം അല്ലെങ്കിൽ സ്വർഗാരോഹണം വരെ, കർത്താവിന്റെ സ്വർഗാരോഹണ നാൾ വരെ അവൻ ചെയ്തതും ഉപദേശം തുടങ്ങിയ സകലത്തെയും കുറിച്ച് കഴിഞ്ഞ സുവിശേഷങ്ങളിലെല്ലാം നമ്മൾ ധാരാളമായി കേട്ടു, അറിഞ്ഞു, സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ അപ്പോസ്തല പ്രവൃത്തികൾ അതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ്. സ്വർഗാരോഹണവും അതിനോട് ശേഷമുള്ള കാര്യങ്ങളും. നമുക്കറിയാം, കർത്താവിന്റെ സ്വർഗാരോഹണത്തിന് 2 ഘട്ടങ്ങളാണുള്ളത്. ഒന്ന് കർത്താവിന്റെ രഹസ്യ സ്വർഗാരോഹണം, മറ്റൊന്ന് കർത്താവിന്റെ പരസ്യ സ്വർഗാരോഹണം. അങ്ങനെ കർത്താവിന്റെ സ്വർഗാരോഹണത്തെ 2ആയി തിരിച്ച് നമ്മൾ പഠിക്കുന്നതാണ് നല്ലത്. ഏതാണ് രഹസ്യ സ്വർഗാരോഹണം? രഹസ്യ സ്വർഗാരോഹണം എന്നുള്ളത്, കർത്താവ് ഉയർത്തെഴുന്നേറ്റിട്ട് ക്രൂശിലെ കള്ളനോട് പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു, നീ ഇന്ന് എന്നോടുകൂടെ പറുദീസായിൽ ഇരിക്കും. അങ്ങനെ ക്രൂശിലെ കള്ളനോടുകൂടെ കർത്താവ് നേരെ പോയത് പാതാള പറുദീസായിലേക്കാണ്. എവിടേക്കാണ് പോയത്? പാതാള പറുദീസായിലേക്കാണ്. നമ്മൾ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ എസ്കറ്റോളജിയുടെ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. പാതാള പറുദീസായിൽ ചെന്ന് ആദാം മുതലുള്ള സകല വിശുദ്ധന്മാരുടെയും ആത്മാക്കൾ കർത്താവിന്റെ ക്രൂശിലെ യാഗം അഥവാ പാപത്തിന്റെ പൂർണ്ണമായ പരിഹാരം വരുന്നത് വരെ യാഗം ചെയ്ത് സഖ്യത കഴിച്ച വിശുദ്ധന്മാർ, നിങ്ങൾ ആ വാക്ക് അങ്ങനെ തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത്. യാഗം കഴിച്ച് സഖ്യത ചെയ്ത വിശുദ്ധന്മാർ. പഴയ നിയമത്തിലെ വിശുദ്ധന്മാരെ കുറിച്ച് പറയുമ്പോൾ
നമ്മൾ ആ വാക്ക് ഉപയോഗിച്ച് പഠിക്കുന്നതാണ് നല്ലത്. ദൈവത്തോട് ദൈവസന്നിധിയിൽ യാഗം കഴിച്ച് ദൈവത്തോട് സഖ്യത ചെയ്തവരാണ് പഴയ നിയമ വിശുദ്ധന്മാരെല്ലാവരും. ആരാണ് പഴയ നിയമ വിശുദ്ധന്മാർ? താൽക്കാലികമായ യാഗം കഴിച്ച് അല്ലെങ്കിൽ യാഗം ചെയ്ത് ദൈവത്തോട് സഖ്യത ചെയ്തവർ, ഉടമ്പടി ചെയ്തവരാണ്. എന്താണ് ആ യാഗം? യഥാർത്ഥ യാഗത്തിന്റെ നിഴലായിരുന്നു. യഥാർത്ഥ യാഗം എന്ന് പറയുന്നത് ഊനമില്ലാത്ത കുഞ്ഞാടിന്റെ കാൽവറി ക്രൂശിലെ യാഗത്തെ മുന്നിൽ കണ്ടുകൊണ്ട് യാഗം കഴിച്ചവരാണ്. യേശു കർത്താവിന്റെ കാൽവറിയിലെ യാഗത്തെ മുന്നിൽ കണ്ടുകൊണ്ട് യാഗം കഴിച്ചവരാണ് പഴയ വിശുദ്ധന്മാരെല്ലാവരും. അങ്ങനെ ആ യാഗം നിറവേറി എന്നുള്ളതിനാൽ ക്രൂശിലെ യാഗം മുതൽ മുന്നോട്ടുള്ളവർക്ക് ഇനി യാഗം ആവശ്യമില്ല. മറിച്ച് ആ യാഗത്തെ ഓർത്ത് സ്തോത്രം ചെയ്താൽ മതി. അതിന് പറയുന്ന പേരാണ് സ്തോത്രയാഗം. നമ്മൾ ചെയ്യുന്നത്, പുതിയ നിയമസഭയ്ക്കുള്ളത് സ്തോത്രയാഗങ്ങളാണ്. പഴയ നിയമസഭ ക്രിസ്തുവിന്റെ കാൽവറിയിലെ യാഗത്തെ മുന്നിൽ കണ്ട് യാഗം കഴിച്ച വിശുദ്ധന്മാരായിരുന്നു. അവരാണ് വിശുദ്ധന്മാർ. ആ വിശുദ്ധന്മാർ ആദാം മുതൽ കർത്താവിന്റെ കാൽവറിയിലെ യാഗം വരെയുള്ള സകല വിശുദ്ധന്മാരുടെയും ആത്മാക്കൾ പാതാള പർദീസായിൽ ആയിരുന്നു. അപ്പൊ കർത്താവ് ക്രൂശിൽ മരിച്ചിട്ട് എന്ത് ചെയ്തു? അവൻ ക്രൂശിലെ കള്ളനോട് കൂടെ പാതാള പർദീസായിൽ ചെന്ന് ഒരു കാര്യം പ്രഖ്യാപിച്ചു. എന്താണ് പ്രഖ്യാപിച്ചത്? നിങ്ങൾ ഏതൊരു യാഗത്തെയാണോ മുന്നിൽ കണ്ട് യാഗം കഴിച്ചത്, ആ യാഗം ഇതാ നിറവേറിയിരിക്കുന്നു. ആ പ്രഖ്യാപനത്തോടെ അവരെയും കൊണ്ട് പാതാള പർദീസായിൽ നിന്ന് കല്ലറയ്ക്കൽ വന്ന് നിൽക്കുമ്പോഴാണ് മഗ്ദലക്കാരത്തി മറിയ കാണുന്നത്. യോഹന്നാൻ 20:15 മുതൽ മഗ്ദലക്കാരത്തി മറിയ കാണുന്നത്. മറിയ കണ്ട വഴി കർത്താവിന്റെ അടുക്കലേക്ക് ഓടിച്ചെന്നപ്പോ കർത്താവ് എന്തു പറഞ്ഞു? എന്നെ തുടരുത്, ഞാൻ ഇതുവരെയും പിതാവിന്റെ അടുക്കൽ കയറിപ്പോയിട്ടില്ല. അത് 20-ാം അധ്യായത്തിന്റെ യോഹന്നാൻ 20:17 വാക്യം. യേശു അവളോട്, എന്നെ തുടരുത്, ഞാൻ ഇതുവരെ പിതാവിന്റെ അടുക്കൽ കയറിപ്പോയിട്ടില്ല. ഞാൻ ഇതുവരെയും പിതാവിന്റെ അടുക്കൽ കയറിപ്പോയിട്ടില്ല. മത്തായിയുടെ സുവിശേഷത്തില് നമ്മൾ വായിക്കുമ്പോ അതിന്റെ 28:9 വാക്യം, അവരെ എതിരേറ്റ് നിങ്ങൾക്ക് വന്ദനം എന്ന് പറഞ്ഞു. അവർ അടുത്ത് ചെന്ന് അവന്റെ കാൽ പിടിച്ച് അവനെ നമസ്കരിച്ചു. അപ്പൊ ഈ രണ്ട് വാക്യം, യോഹന്നാൻ 20:17 വാക്യം, യേശു അവളോട് എന്നെ തുടരുത്, ഞാൻ ഇതുവരെ പിതാവിന്റെ അടുക്കൽ കയറി പോയിട്ടില്ല. ആ വാക്യം വെച്ച് നോക്കുമ്പോ പിതാവിന്റെ അടുക്കൽ കയറി പോയിട്ടില്ല, എന്നെ തുടരുത് എന്ന് പറഞ്ഞ വാക്യം മത്തായിയുടെ സുവിശേഷം 28 അതിന്റെ 9 വാക്യത്തില് അവരെ എതിരേറ്റു നിങ്ങൾക്ക് വന്ദനം എന്ന് പറഞ്ഞു. അവർ അടുത്ത് ചെന്ന് അവന്റെ കാൽ പിടിച്ച് അവനെ നമസ്കരിച്ചു. തുടരുത് എന്ന് പറഞ്ഞ വാക്യവും അവന്റെ കാൽ പിടിച്ച് വന്ദിച്ച വാക്യങ്ങൾക്കും ഇടയിലായി അവൻ എന്തു ചെയ്തു? പാതാള പർദീസായിൽ നിന്നുള്ള സകല വിശുദ്ധന്മാരുമായി അവൻ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു. അതിന് പറയുന്ന പേരാണ് രഹസ്യ സ്വർഗാരോഹണം. രണ്ടാമത്തേത് പരസ്യ സ്വർഗാരോഹണമാണ്. അത് നമുക്ക് പഠിക്കാനിരിക്കുന്നതാണ്.
അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ നമ്മളത് പഠിക്കും, അതിന്റെ പിന്നാലെ വരും. അപ്പോ അത് എല്ലാവരും കാണുക അവൻ സ്വർഗാരോഹണം ചെയ്തതാണ്. എല്ലാവർക്കും കാണുക അവൻ സ്വർഗാരോഹണം ചെയ്തു. അപ്പോ അതുകൊണ്ടാണ് പറഞ്ഞത് രഹസ്യ സ്വർഗാരോഹണവും പരസ്യ സ്വർഗാരോഹണവും ഉണ്ട് എന്ന് പറയാൻ കാരണം അതാണ്. സ്വർഗാരോഹണം വരെയുള്ള കാര്യങ്ങൾ സുവിശേഷങ്ങളിൽ നാം വായിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികളിൽ സ്വർഗാരോഹണത്തോടനുബന്ധിച്ച് സ്വർഗാരോഹണ ശേഷമുള്ള കാര്യങ്ങൾ വിവരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കുക. ലൂക്കോസ് ക്രിസ്തീയ സഭയുടെ ആദ്യകാല ചരിത്രം എഴുതിയ ആദ്യകാല ചരിത്രകാരനാണ് ലൂക്കോസ്. സഭയുടെ ചരിത്രം ആദ്യം എഴുതിയ വ്യക്തി ആരാണ് എന്ന് ചോദിച്ചാൽ അത് ലൂക്കോസാണ്. സഭയുടെ ചരിത്രം ആദ്യമായി എഴുതിയത് ലൂക്കോസാണ്. അപ്പോസ്തല പ്രവൃത്തികൾ ഇല്ലാതിരുന്നു എങ്കിൽ നമുക്ക് സഭയുടെ ആരംഭകാലങ്ങളെ കുറിച്ച് അറിവുകൾ ലഭിക്കുമായിരുന്നില്ല. അപ്പൊ സഭയുടെ ആരംഭത്തെ കുറിച്ചുള്ള വളരെ ആധികാരികമായ പുസ്തകമാണ് അപ്പോസ്തല പ്രവൃത്തികൾ. ഒരു കാര്യം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, സുവിശേഷത്തെയും ലേഖനങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പുസ്തകമാണ് അപ്പോസ്തല പ്രവൃത്തികൾ എന്നും പറഞ്ഞിരുന്നു. ഈ പുസ്തകത്തിന്റെ കാലയളവിനെ സംബന്ധിച്ച് ഇതര രേഖകളുടെ സഹായത്തോടെ നിർണയിക്കാൻ നമുക്ക് സാധിക്കുന്നു. പ്രധാനപ്പെട്ട 3 സംഭവങ്ങൾ ഞാൻ പറയുകയാണ്. ആ 3 സംഭവങ്ങളുടെ കാലയളവ് മറ്റിതര രേഖകളുടെ സഹായത്തോടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്ന് പറയുമ്പോൾ അപ്പോസ്തല പ്രവൃത്തികൾ എഴുതിയ കാലഘട്ടങ്ങളെ കുറിച്ചുള്ള, അതിൽ പറയുന്ന സംഭവങ്ങളെ കുറിച്ചുള്ള ചരിത്രപരമായ തെളിവുകൾ വളരെ വ്യക്തമായി നിലനിൽക്കുന്നു എന്ന് സാരം. അതിലൊന്ന് ഹെരോദ അഗ്രിപ്പ ഒന്നാമന്റെ മരണമാണ്. 12-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം, AD 50. 2 ഗല്ലിയോൻ ആഖായിൽ ദേശാധിപതിയായി വാഴുന്നത്. ഗല്ലിയോൻ ആഖായിൽ ദേശാധിപതിയായി വാഴുന്നത്. 18-12. അത് AD 52-ലാണ്. 3 ഫെസ്തോസ് കൈസരിയിൽ ദേശാധിപതിയായി വന്നത്. ഫെസ്തോസ് കൈസരിയിൽ ദേശാധിപതിയായി വന്നത്. 25-1 AD 59. ഈ 3 സംഭവങ്ങൾ അപ്പോസ്തല പ്രവൃത്തികളിൽ പറയുന്ന 3 കാര്യങ്ങളാണ്. അതിന് കൃത്യമായ ചരിത്രപരമായ രേഖകൾ ഉണ്ട്. ആ രേഖകളുടെ വെളിച്ചത്തിൽ അപ്പോസ്തല പ്രവൃത്തികൾ എഴുതിയ കാലഘട്ടം, അവിടെ നടന്ന സംഭവങ്ങൾ എല്ലാം ചരിത്രപരമായി ശരിയാണ് എന്ന് തെളിയിക്കാൻ സാധിക്കുന്നു എന്ന് സാരം. ശരിക്കും മിഷണറി പ്രവർത്തനങ്ങളുടെ മാർഗനിർദ്ദേശക തത്വങ്ങൾ നമുക്ക് ഈ പുസ്തകത്തിൽ നിന്നും ലഭ്യമാകുന്നു. കൂടാതെ പ്രസംഗത്തിന്റെ മാതൃക നമ്മളത് പഠിക്കും.
പത്രോസിന്റെയും പൗലോസിന്റെയും പ്രസംഗത്തിൽ പഠിക്കും. പ്രസംഗത്തിന്റെ മാതൃക നമുക്ക് ഈ പുസ്തകത്തിൽ നിന്നും ലഭ്യമാണ്. അപ്പോ അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ആരോഹണ സംഭവങ്ങൾ വരെയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. 2-ാമത്തെ വാക്യം, അവൻ കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവരെ കാണിച്ച് കൊടുത്തു. പുനരുത്ഥാന ശേഷമുള്ള 40 ദിവസങ്ങൾ, ആ 40 ദിവസം സംഭവിച്ച കാര്യങ്ങൾ ആണ് ഈ 3-ാമത്തെ വാക്യം മുതൽ 8-ാമത്തെ വാക്യം വരെയും പറഞ്ഞിരിക്കുന്നത്. പുനരുത്ഥാന ശേഷമുള്ള 40 ദിവസങ്ങൾ, ഏകദേശം 500-ലധികം പേർക്ക് അവൻ പ്രത്യക്ഷനായി. നമ്മൾ കർത്താവിന്റെ പുനരുത്ഥാനത്തെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ പ്രത്യക്ഷതകളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ ഞായറാഴ്ച തന്നെ 5 പ്രാവശ്യം സ്ത്രീകൾക്കും ശിഷ്യന്മാർക്കുമായിട്ട് അവൻ പ്രത്യക്ഷനായി. ഉയർത്തെഴുന്നേറ്റ ഞായറാഴ്ച തന്നെ 5 പ്രാവശ്യം ശിഷ്യന്മാർക്കും സ്ത്രീകൾക്കുമായിട്ട് അവൻ പ്രത്യക്ഷനായി. തുടർന്ന് 6 പ്രത്യക്ഷതകൾ കൂടിയുണ്ട്. ഒന്ന് തോമസ് ഉൾപ്പെടെയുള്ള അപ്പോസ്തലന്മാർക്ക്, മറ്റൊന്ന് തിബരിയാസ് കടൽക്കരയിൽ വെച്ച് 7 ശിഷ്യന്മാർക്ക്, തോമസ് ഉൾപ്പെടെയുള്ള അപ്പോസ്തലന്മാർക്ക് എന്നുള്ളതിന് യോഹന്നാൻ 20:26. തിബരിയാസ് കടൽക്കരയിൽ വെച്ച് 7 ശിഷ്യന്മാർക്ക് യോഹന്നാൻ 21:1 മുതൽ 7 വരെ. 3 ഗലീലയിൽ വെച്ച് 11 പേർക്ക് ഗലീലയിൽ വെച്ച്, മത്തായി 28:16. ഗലീലയിൽ വെച്ച് 11 പേർക്ക്. 500-ലധികം പേർക്ക് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 6-ാമത്തെ വാക്യം. മറ്റൊന്ന് സ്വർഗാരോഹണ സമയത്ത് അപ്പോസ്തലന്മാർക്ക്, ലൂക്കോസ് 24:50-51. പിന്നെ പൗലോസിന് പ്രത്യക്ഷനായി 1 കൊരിന്ത്യർ 15:8. പിന്നെ യോഹന്നാന് പ്രത്യക്ഷനായി വെളിപ്പാട് 1:13. ഇതിൽ 40 ദിവസത്തിന്റെ ഉള്ളിലായിട്ട് അനേകവട്ടം ശിഷ്യന്മാർക്കും മറ്റുള്ളവർക്കും പ്രത്യക്ഷമായി താൻ ജീവിച്ചിരിക്കുന്നു, മരണത്തോടെ അവസാനിച്ചിട്ടില്ല എന്ന് അവൻ തന്നെ കാണിച്ചു. കൈയും വിലാപറവും കാണിച്ചു. കൈയും വിലാപറവും കാണിച്ചു എന്ന് പറയുമ്പോൾ കർത്താവിന്റെ കൈകളിലെയും കാലുകളിലെയും മുറിവുകൾ, രക്തഖചിതമല്ലാത്ത മുറിവുകൾ അങ്ങനെ തന്നെ നിലനിൽക്കുന്നു. എന്തുകൊണ്ടാണ് ആ മുറിവുകൾ മാറാത്തത് എന്ന് ചോദിച്ചാൽ, ആ മുറിവ് കർത്താവിന്റെ ഔദ്യോഗിക ചിഹ്നമാണ്. താൻ എന്തിനു വേണ്ടി വന്ന കാര്യം പൂർത്തീകരിച്ചതിൽ അവന് ലോകം കൊടുത്ത അടയാളമാണത്. അതെല്ലാ തലമുറയ്ക്കും ആ മുറിവുകൾ കണ്ട് എനിക്ക് വേണ്ടി എൻ്റെ കർത്താവ് ഏറ്റ ആണിപ്പാടുകളാണ് എന്ന തിരിച്ചറിവിന് അത് സഹായിക്കുന്നു. അതുകൊണ്ടാണ് തോമസിനെ കൈയും വിലാപുറവും കാണിച്ചു. ഈ പ്രത്യക്ഷത, ഈ ദൈവിക വെളിപ്പെടൽ രക്ഷിക്കപ്പെട്ട ഓരോ ദൈവ പൈതലും വ്യക്തിപരമായി അനുഭവിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും സ്വന്തമാക്കേണ്ടതുമാണ്. അതാണ് നമ്മുടെ യാത്രയുടെ ശക്തി എന്ന് പറയുന്നത്. ഞാൻ കണ്ടത്, ഞാൻ അറിഞ്ഞത്, ഞാൻ കേട്ടത്, ഞാൻ തൊട്ടത്, ഞാൻ മനസ്സിലാക്കിയത്, ഇതെല്ലാം നമ്മുടെ സാക്ഷ്യത്തിന്റെ അനുഭവങ്ങളാണ്. നമ്മുടെ ആത്മീക ജീവന്റെ ചൈതന്യം എന്ന് പറയുന്നത് പ്രത്യക്ഷപ്പെട്ട കർത്താവ്
എനിക്ക് വെളിപ്പെട്ട എൻ്റെ യേശു, എനിക്ക് വെളിപ്പെട്ട എൻ്റെ യേശു. പൗലോസിനും ശിഷ്യന്മാർക്കും വെളിപ്പെട്ടതുകൊണ്ട് എനിക്ക് അതിന്റെ ഊർജം കിട്ടണമെങ്കിൽ എൻ്റെ കർത്താവ് എനിക്ക് വെളിപ്പെടണം. ഞാൻ ചോദിക്കട്ടെ, എന്നെങ്കിലും നിങ്ങൾ അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടോ? എനിക്ക് എൻ്റെ കർത്താവിന്റെ മുഖം എനിക്കൊന്ന് വെളിപ്പെട്ടു വരണം. ഈ സിനിമയിൽ കാണുന്ന മുഖം അല്ല ദൈവമക്കളെ, അത് ഈ ഒരു 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 സിനിമാ നടന്റെ പടമാണ്. അത് മനസ്സിൽ വെച്ചുകൊണ്ട് അതിനെ പൂജിച്ചുകൊണ്ട് നടക്കരുത്. നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അവന്റെ മുഖം നമുക്ക് അവൻ വെളിപ്പെടുത്തി തരും. ആ സാന്നിധ്യമാണ് നമ്മുടെ യാത്രയുടെ കൃത്യമായ തിരിച്ചറിവ്. ഞാൻ എൻ്റെ EGM ഓഫ് ഇന്ത്യ ആരംഭിക്കാനായിട്ട് എന്നെ പ്രചോദിപ്പിച്ച ഒരു കൃത്യമായ ഒരു കാഴ്ചപ്പാട്, ഒരു വെളിപ്പെടൽ എൻ്റെ ജീവിതത്തിൽ എൻ്റെ കർത്താവ് തന്നാണ് ഞാൻ ബലപ്പെടുന്നത്. ഞാനൊരു 10 ദിവസത്തെ ഉപവാസം എടുത്തു. എല്ലാം കയ്യിൽ നിന്ന് പോയി, എല്ലാവരും എൻ്റെ പിടിവിട്ടുപോയി, എല്ലാം നഷ്ടപ്പെട്ട സമയം, എല്ലാവരും എനിക്കെതിരായി, ആരും എനിക്ക് അനുകൂലമില്ല, എല്ലാം എതിരായി. ആരും എന്നെ ഒരു കാര്യത്തിന് വിളിക്കില്ല, പറയില്ല, വീട്ടാവശ്യങ്ങൾ വിളിക്കില്ല, വിവാഹത്തിന് വിളിക്കില്ല, മാമോദിസ വിളിക്കില്ല. ഞാൻ അതുപോലെ അവഗണിക്കപ്പെട്ട, തള്ളപ്പെട്ട അതിന്റെ നടുവിൽ എൻ്റെ കർത്താവ് മാത്രമാണ് എന്നെ ചേർത്ത് പിടിച്ചത്. ഞാനൊരു ഉപവാസത്തിന്റെ അവസാന രാത്രി, ഞാൻ രാത്രി വളരെ വൈകി ദൈവസന്നിധിയിൽ ഇരുന്ന് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് തോളിൽ ഒരു കൊച്ചിനെ തോളത്തിട്ട് കടന്നു പോകുന്ന ഒരു ഇത് ഞാൻ കാണുക. കൃത്യമായിട്ട് എൻ്റെ ആ ഫേസ് ഉണ്ട്. ഇന്നും നിങ്ങളോട് ഞാൻ രാവിലെ മോർണിംഗ് ഫെലോഷിപ്പിന് പ്രാർത്ഥനയ്ക്കായിട്ട് കണ്ണടയ്ക്കാൻ പറയുമ്പോൾ എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വരുന്ന ഒരു മുഖമുണ്ട്. അത് എനിക്ക് വരയ്ക്കാൻ കഴിവുണ്ടായിരുന്നു, ഞാൻ വരച്ച് കാണിച്ചേനെ. പക്ഷെ എനിക്ക് വെളിപ്പെട്ട എൻ്റെ കർത്താവിൻ്റെ അരുമയാർന്ന ലാവണ്യമേറിയ മുഖം. ഞാൻ കർത്താവിനോട് ചോദിച്ചാൽ തോളത്ത് കിടക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചപ്പോൾ വളരെ കൃത്യമായി തിരിഞ്ഞു നിന്ന് കാണിച്ചു തന്നു, അത് ഞാനായിരുന്നു. അങ്ങനെ എന്നെ തോളത്തിട്ട് പുറത്തേക്ക് പോകുന്ന ഒരു ചിത്രം കണ്ടിട്ടാണ് EGM ഓഫ് ഇന്ത്യക്ക് ആരംഭം കുറിക്കുന്നത്. അതുകൊണ്ട് വളരെ കൃത്യമായി എനിക്ക് വ്യക്തമായൊരു ബോധ്യമുണ്ട്, ഈ യാത്ര ഊഹമല്ല, ഈ യാത്ര മറ്റൊരു ലക്ഷ്യത്തിലേക്കുള്ളതല്ല. ഈ യാത്ര എന്നെ തോളിൽ വഹിച്ച എൻ്റെ കർത്താവിനെ എനിക്ക് വഹിക്കാനുള്ളതാണ് ഈ യാത്ര എന്നുള്ള കൃത്യമായ തിരിച്ചറിവാണ്, ആ ബോധ്യമാണ് ശരിക്കും അതിൻ്റെ അകത്തുള്ള ഊർജം. ഞാൻ പറയുന്നത്, ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ കർത്താവ് ദൈവത്തിന്റെ മക്കൾക്കെല്ലാം പ്രത്യക്ഷപ്പെടും, വെളിപ്പെടും. പക്ഷെ അതിന് അവന്റെ സന്നിധിയിൽ നമ്മൾ ഇരിക്കണം. ഒരുപക്ഷെ നിങ്ങൾക്ക് ഞാൻ പറയാൻ അവസരം തന്നാൽ ചിലരെങ്കിലും പറയും, ശരിയാണ് സാറേ, എൻ്റെ ജീവിതത്തിന്റെ സന്ദിഗ്ധ ഘട്ടങ്ങളിൽ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയാത്തപ്പോ ഒറ്റയ്ക്ക് ഇറങ്ങി വന്ന് അവന്റെ ലാവണ്യമേറിയ വാക്കുകൾ തന്ന് അവന്റെ തേജസ്സേറിയ മുഖം നമുക്ക് കാണിച്ചു തന്ന് നമ്മൾ അനുഭവിക്കുന്ന വേദനകളെക്കാൾ വലിയ വേദന ഞാൻ അനുഭവിച്ചു എന്ന് അവൻ നമുക്ക് പറഞ്ഞു തരും. ആ വേദന നമുക്ക് പറഞ്ഞു തരുമ്പോ നമുക്ക് കൃത്യമായി മനസ്സിലാവും അവനിൽ നിന്നൊരു ഊർജം നമ്മളുടെ ജീവിതത്തിലേക്ക് പകർന്നു വരുന്നത് നമ്മുടെ ശരീരത്തിൽ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഞാനിത് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ശരീരത്തിൽ ഞാൻ അനുഭവിക്കുന്ന ഒരു പവറുണ്ട്. റിയലി ഞാൻ വചനത്തിന്റെ മുമ്പിൽ നിന്ന് പറയല്ലേ, അത് പറയുമ്പോൾ ഞാൻ എൻ്റെ ശരീരത്തിൽ അനുഭവിക്കുന്ന ഒരു ശക്തിയുണ്ട്. അതൊരു ഊഹമല്ല അത്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും, എൻ്റെ ഉള്ളിലെ ആഗ്രഹം, നിങ്ങൾ എല്ലാവരും വ്യക്തിപരമായി എന്തുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, എൻ്റെ ജീവിതത്തിന്റെ സന്ദിഗ്ധ ഘട്ടങ്ങളിൽ നേരത്താണല്ലോ നമ്മൾ കൂടുതൽ അങ്ങ് ടയേർഡാവണേ. ടയേർഡായി നിൽക്കുമ്പോൾ അവൻ നമ്മളെ തേടി വരും. നമ്മൾ അവന് വേണ്ടി കാത്തിരിക്കുമ്പോൾ നമ്മളെ അന്വേഷിച്ചു വരും. അവന്റെ മുഖം നമ്മളെ കാണിക്കും, അവന്റെ മുറിവുകളെ നമ്മളെ കാണിക്കും. നമ്മുടെ പങ്കപ്പാടുകൾ നമ്മൾ പദം പറഞ്ഞ് നടക്കുമ്പോൾ അവന്റെ മുറിവുകളിലേക്ക് നോക്കുമ്പോഴാണ് എൻ്റെ മുറിവുകളും എൻ്റെ വേദനകളും ഒന്നുമല്ല എന്ന് മനസ്സിലാകുന്നത്. തീവ്രമായ വേദനകളിലൂടെ കടന്നു പോകുമ്പോൾ ചിലരെങ്കിലും കർത്താവിന്റെ വേദനകളുമായിട്ട് താരതമ്യം ചെയ്ത് അത്രയൊന്നും ഇല്ലല്ലോ എന്നോർത്ത് സമാശ്വസിക്കുന്ന ധാരാളം ദൈവമക്കളുണ്ട്. ഇങ്ങനെ നമ്മൾ വ്യക്തിപരമായ ഒരു ദർശനം പ്രാപിച്ചാൽ നമ്മളെ തല്ലിക്കൊന്നാൽ നമ്മൾ ചാവുകയല്ല. ആരെല്ലാം നമ്മളെ ചവിട്ടിയാലും ഉരുട്ടിയാലും നമ്മൾ കർത്താവിന് വേണ്ടി തന്നെ നിൽക്കും.
ആ യേശുവിന്റെ പിറകെ നമ്മളുടെ കാലടികൾ ഉറപ്പിച്ച് നിൽക്കണം. നമ്മളെ ഒരു വ്യക്തിയല്ല, ഒരു സംഘടനയല്ല, ഒരു സംഘടനയുടെ നേതാവല്ല, ഒരു പാസ്റ്റർ അല്ല, അച്ഛനല്ല, തിരുമേനിയല്ല, ഇവരാരുമല്ല നമ്മളെ രക്ഷിച്ചത്, എനിക്ക് വെളിപ്പെട്ടത്, എന്നെ സമാധാനിപ്പിച്ചത്. ഇവരാരുമല്ല. എൻ്റെ യേശു എന്നെ നേരിട്ട് എന്നെ സഹായിച്ചത് കൊണ്ടും എന്നെ വിടുവിച്ചത് കൊണ്ടും എൻ്റെ പാപം മോചിച്ചത് കൊണ്ടും എൻ്റെ ഭാരങ്ങളെ മാറ്റിയത് കൊണ്ടും അവനെ ഞാൻ തൊട്ടറിഞ്ഞ ഒരു സത്യമാണെന്നുള്ള ആ തിരിച്ചറിവാണ് ആത്മീയ ഗോളത്തിന്റെ നിലനിൽപ്പിന്റെ ശക്തി എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ കർത്താവ് പെടാപ്പാട് പെട്ടിട്ടുണ്ടെന്ന് ഞാൻ അങ്ങ് പറയും. ഞാൻ ആ വാക്ക് ഉപയോഗിക്കുക. കർത്താവ് പെടാപ്പാട് പെട്ടെന്ന് പറഞ്ഞാൽ അവൻ അങ്ങ് അവരുടെ കൂട്ടത്തിൽ നിന്ന് മാറിയതോടുകൂടി മനുഷ്യരല്ലേ, അവരെല്ലാം ഊടുപാട് ചിതറിപ്പോയി. ഇടയനെ വെട്ടി ആടുകൾ ചിതറിപ്പോയി. ഇനി ഇവരെ ഒന്ന് കൂട്ടിച്ചേർക്കാൻ എന്നാ വഴി? എല്ലാവരും അന്യോന്യമിരുന്ന് പദം പറഞ്ഞ് കരഞ്ഞ് പിരിഞ്ഞ് ചിലർ പറയും കർത്താവ് പറഞ്ഞതെല്ലാം കപടമായി പോയി, അവിടെ പട്ടാളക്കാർ പറഞ്ഞതാണ് ശരി, അവനിപ്പോ കല്ലറയിലില്ല, അതൊന്നും സത്യമല്ല. ഇങ്ങനെ പറഞ്ഞ് ചിതറിപ്പോയ ഈ സമൂഹത്തിന്റെ, അവനിൽ നിന്ന് നന്മകൾ അനുഭവിച്ച, സൗഖ്യം അനുഭവിച്ച, വിടുതൽ പ്രാപിച്ച ഈ ജനം അങ്ങ് ചിതറിയപ്പോൾ ആ കർത്താവ്, മക്കളെ അങ്ങനെയല്ല, ഞാൻ നിങ്ങളോട് പറഞ്ഞത് സത്യമാണ്, ഞാൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കാൻ അവന്റെ കയ്യിൽ വേറെ ഒന്നും അടയാളം ഉണ്ടായിരുന്നില്ല. അവർ കുത്തിയ കുത്തും, ആ കയ്യിലെ മുറിവും, കാലിലെ മുറിവുകളും, ചങ്കിൽ കുത്തിയ, കുന്തം കൊണ്ട് കുത്തിയ വിലാപും, ഇതെല്ലാം അവൻ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇത് ഞാൻ തന്നെയാണ്, നിങ്ങൾ വന്ന് നോക്കൂ, നിങ്ങളുടെ കൈ എന്നിൽ വെച്ച് നോക്കൂ, ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞ് അവൻ എന്നെ ഉറപ്പിച്ചു. 500ഓളം പേര്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിന്റെ കൂട്ടത്തിൽ ഏറ്റവും നിയറസ്റ്റ് ആയിട്ട് ചേർന്ന് നിന്ന ഒരു കൂട്ടം എന്ന് പറയുന്നത് 500 പേരാണ്. ആ 500 പേരുടെയും ഹൃദയത്തിൽ സംശയത്തിന്റെ വിത്തുകൾ ഒരിക്കലും ബാക്കി വരരുത് എന്ന് വിചാരിച്ച് അവൻ 500ഓളം പേർക്ക് അവൻ വെളിപ്പെട്ടു. 500ഓളം പേർക്ക് തന്നെ വെളിപ്പെടുത്തി കൊടുത്തു. അപ്പോ കർത്താവിന്റെ പ്രത്യക്ഷത നമ്മുടെ സങ്കടങ്ങളിൽ മാത്രമല്ല, ചില പ്രത്യേക കാര്യങ്ങളിൽ അവനെ എനിക്ക് വെളിപ്പെടുത്തണമെന്ന് അവൻ ആഗ്രഹിക്കുമ്പോൾ അവനെ നമുക്ക് വെളിപ്പെടുത്തും. അപ്പൊ ചില കാര്യങ്ങളിൽ നമ്മുടെ സങ്കടങ്ങളിലും നമ്മുടെ അനർത്ഥങ്ങളിലും നമ്മുടെ ദുഃഖങ്ങളിലും നമ്മുടെ സന്ദിഗ്ധ ഘട്ടങ്ങളിലും അവൻ നമ്മെ തേടി വരും. മറ്റൊന്ന്, എന്നെ എൻ്റെ കർത്താവിന് ഉപയോഗിക്കേണ്ട ഒരു ആവശ്യം വരുമ്പോൾ അവൻ ഇറങ്ങി വന്ന് നമ്മെ ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി തരും, ആലോചനകൾ തരും. കർത്താവ് ജീവിക്കുന്നു എന്നത് മിഥ്യയല്ല, സത്യമാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ വേദപുസ്തകത്തിൽ എഴുതിക്കൊണ്ട് മാത്രമല്ല, വേദപുസ്തകത്തിൽ എഴുതിയ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഞാനത് അനുഭവിച്ചു, ഞാനത് തിരിച്ചറിഞ്ഞു എന്നുള്ളതിനാൽ തന്നെ. അങ്ങനെ 40 ദിവസം കൊണ്ട് കർത്താവ് ഒരു കാര്യം ഉറപ്പിച്ചെടുത്തു. പെന്തിക്കോസ്തിക്ക് അഥവാ സഭാസ്ഥാപനത്തിന്റെ ബേസ് ഇട്ടു. പുതിയ നിയമസഭയുടെ അടിത്തറവായി. എന്താണ് പുതിയ നിയമസഭയുടെ അടിത്തറ? കർത്താവിന്റെ പുനരുത്ഥാനമാണ് പുതിയ നിയമസഭയുടെ അടിക്കല്ലെന്ന് ഞാൻ പറയും. യേശു ഉയർത്തെഴുന്നേറ്റു, അതുകൊണ്ട് യേശു ജീവിക്കുന്നു, അതുകൊണ്ട്. അപ്പോ ക്രിസ്തീയ സഭ എന്ന് പറയുന്നത് മതമല്ല, അതൊരു പ്രത്യക്ഷ നവീന സ്ഥാപനമാണ്. അതൊരു മതമല്ല. ലോകത്ത് ധാരാളം മതങ്ങളുണ്ട്. ഇതൊരു റിലീജിയൻ അല്ല, ഇത് ചർച്ചാണ്, ഇത് സഭയാണ്. അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് കല്ലല്ല, അതിന്റെ അടിസ്ഥാനം ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവാണ്. അതിന്റെ അടിസ്ഥാനം. ഇനി അതിന്റെ ശക്തി എന്താന്ന് നമ്മൾ പിന്നാലെ പഠിക്കും. അപ്പോ ശരിക്കും ആ ബേസ് അവൻ അങ്ങിട്ടു.
എന്താണ്? ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കണ്ടവരെല്ലാം കർത്താവിന്റെ പീഡാനുഭവത്തിന്റെ പങ്കാളികളായി. ഞാൻ അവിടെ 3-ാം വാക്യം നിങ്ങൾ നോക്കിയേ. താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. ഞാൻ ആ വാക്യത്തിന്റെ അടിയിൽ വരച്ചിട്ടുണ്ട്. അനേകം ദൃഷ്ടാന്തങ്ങളാൽ ഞാൻ ജീവിച്ചിരിക്കുന്നു എന്ന് അവൻ അവർക്ക് കാണിച്ചു കൊടുത്തു. ഞാൻ ആ വാക്യം തിരുത്തി പറയാൻ പോവാ. അവൻ ജീവിച്ചിരിക്കുന്നു എന്ന് എന്റെ ജീവിതത്തിലെ ധാരാളം ദൃഷ്ടാന്തങ്ങളാൽ അവൻ വെളിപ്പെടുത്തി തന്നു. എന്റെ കർത്താവ് ജീവിച്ചിരിക്കുന്നു എന്ന് എന്റെ ജീവിതയാത്രയിലെ ധാരാളം ദൃഷ്ടാന്തങ്ങളാൽ അവനെ തന്നെ വെളിപ്പെടുത്തി തന്നു. പ്രൈസ് ദി ലോർഡ്. 17-ാമത്തെ വയസ്സിൽ കണ്ടുമുട്ടിയ കാലം മുതൽ ഈ പ്രായം വരെയുള്ള ജീവിതയാത്രയിലെ ധാരാളം ദൃഷ്ടാന്തങ്ങളിലൂടെ അവൻ എനിക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നു എന്ന് അവൻ എനിക്ക് വെളിപ്പെടുത്തി തന്നതുപോലെ ഇന്ന് ഈ ഡിവൈസിൽ ഇരിക്കുന്ന ദൈവമക്കളെ, നിങ്ങൾക്ക് അവൻ വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. ശരിയാണെങ്കിൽ കരമുയർത്തി നിങ്ങൾക്ക് അവനെ സ്തോത്രം ചെയ്യാം. അവനെ തന്നെ വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. എൻ്റെ ചെറുതും വലുതുമായ കാര്യങ്ങളിൽ, എൻ്റെ സങ്കടങ്ങളിൽ, എൻ്റെ രോഗങ്ങളിൽ, എൻ്റെ വിവാഹ ജീവിതത്തിൽ, എൻ്റെ കുടുംബ ജീവിതത്തിൽ, എൻ്റെ സാമ്പത്തിക കഷ്ടനഷ്ടങ്ങളിൽ എല്ലാം എൻ്റെ കർത്താവ് ജീവിച്ചിരിക്കുന്നു എന്ന് അവനെ വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. അങ്ങനെ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരൂശലേം വിട്ടുപോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. ഒന്നാമത്തേത് അവൻ ജീവിച്ചിരിക്കുന്നു എന്ന് അവർക്ക് കാണിച്ചു കൊടുത്തു. 2, അവരോട് പറഞ്ഞു, നിങ്ങൾ കാത്തിരിക്കണം. എന്തിനു വേണ്ടി? പിതാവിന്റെ വാഗ്ദാനത്തിനായി കാത്തിരിക്കണം. വാഗ്ദാനം പിതാവിൻ്റെതാണ്. അതിനുവേണ്ടി കാത്തിരിക്കണം. അപ്പോ നമ്മൾ പുതിയ നിയമസഭയെ കുറിച്ച് പഠിക്കുമ്പോ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കണ്ട സാക്ഷികളാണ്. അവർ കണ്ടു, ദൃഷ്ടാന്തങ്ങളാൽ വെളിപ്പെടുത്തി. 2, വാഗ്ദത്തത്തിന് വേണ്ടി അവർ കാത്തിരുന്നു. വാഗ്ദത്തങ്ങളെ പ്രാപിക്കാൻ വേണ്ടി അവർ വെയിറ്റ് ചെയ്തു, കാത്തിരുന്നു. അന്ന് അവർ പരിശുദ്ധാത്മാവിന് വേണ്ടിയാണ് കാത്തിരുന്നതെങ്കിൽ അവന്റെ വാഗ്ദത്തങ്ങൾ തീരുന്നില്ല. 8888 വാഗ്ദത്തങ്ങൾ ദൈവത്തിന്റെ തിരുവെഴുത്തിൽ കിടപ്പുണ്ട്. നമുക്കതിനകത്ത് ആകെ അറിയാവുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്നുള്ളതാണ് നമുക്ക് അറിയാവുന്ന ഒരു വാഗ്ദത്തം. കാരണം എന്നും നമുക്ക് പേടിയാണല്ലോ. നമുക്ക് എല്ലാരും പേടിയാണ്, എല്ലാറ്റിനും പേടിയാണ്. പാമ്പും ചേമ്പും മൃഗവും ഒക്കെ നമുക്ക് പേടിയാണ്. അതും പോരാത്തതിന് നമുക്ക് പേടിയുള്ള ഒത്തിരി പേരുണ്ട്. നമുക്ക് അച്ഛന്മാരെ പേടിയാണ്, തിരുമേനിയെ പേടിയാണ്, പാസ്റ്ററെ പേടിയാണ്, പിന്നെ ആരാ, അങ്ങനെ പേടി നമ്മളെ അവരാരും നമ്മളെ പേടിപ്പിച്ചിട്ടല്ല. പക്ഷെ നമുക്ക് ഇവരൊക്കെ പേടിയാണ്. അയൽവക്കത്തുള്ളവരെ പേടിയാണ്, കൂട്ടായ്മക്കാരെ പേടിയാണ്, വീട്ടിലുള്ളവരെ പോലും നമുക്ക് ഭയമാണ്. ആരെയും നമുക്ക് പേടിയില്ലാത്ത എല്ലാരെയും പേടിയാണ്. ചിലർക്ക് ഇരുട്ട് പേടിയാണ്. ഓക്കെ. അപ്പോ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് കർത്താവ് പറഞ്ഞേക്കണ ഒരു വാഗ്ദത്തം 365 പ്രാവശ്യം പറഞ്ഞേക്കണ വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള ഒരേ ഒരു വാഗ്ദത്തേ ഉള്ളൂ. ഭയപ്പെടണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. കാരണം നമ്മളെ അവൻ അറിയാം. എന്നും കാലത്ത് എഴുന്നേൽക്കുമ്പോൾ ഓരോരോ പേടി സ്വപ്നങ്ങളുമായിട്ടാണ്
ഒന്നുകിൽ എഴുന്നേക്കുന്നത് അല്ലെങ്കിൽ അവസാനിപ്പിക്കുന്നത്. അതുകൊണ്ട് അത് തന്നങ്ങ് വിട്ടു കഴിഞ്ഞാൽ അങ്ങ് പൊക്കോളൂലോ എന്ന് വിചാരിച്ചാണ്. പക്ഷെ എന്ത് വാഗ്ദത്തം തന്നിട്ടാലും പേടി പേടി തന്നെയാ. പേടി തന്നെയാണ്. അതാണ് നമ്മുടെ ഒരു ഗുണം. വാഗ്ദത്തമൊക്കെ അങ്ങനെ കിടക്കും. പക്ഷെ നമുക്ക് പേടി ഉണ്ട്, അല്ലെങ്കിൽ ഭയമുണ്ട്, പക്ഷെ പേടി ഇല്ല. പേടിയുണ്ടോന്ന് ചോദിച്ചാൽ പറയും പേടിയൊന്നുമില്ല, എനിക്ക് ഭയമുള്ളൂ. ഭയം ഉണ്ടോന്ന് ചോദിച്ചാൽ പറയും ഭയമൊന്നുമില്ല, ഒരു അല്പം പേടിയൊക്കെ ഉണ്ടാവും. എന്നിട്ട് അടുത്ത അറ്റത്ത് ചേർക്കും മനുഷ്യനല്ലേ പേടിക്കാതിരിക്കുമോ എന്നും കൂടി ചോദിക്കും. മരണത്തെ നമുക്ക് പേടിയാണ്. ഇങ്ങനെ ഭയപ്പെടുന്ന ധാരാളം കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഞാൻ പറഞ്ഞത്രേ ഉള്ളൂ, വാഗ്ദത്തങ്ങൾ അസംഖ്യങ്ങളാണ്, ധാരാളം വാഗ്ദത്തങ്ങൾ. അവൻ പിന്നെ ഇൻസ്റ്റന്റ് ആയിട്ട് ചിലപ്പോൾ ചില വാഗ്ദത്തങ്ങൾ തന്നു വരും. അത് വേദപുസ്തകത്തിലുള്ള വാചകങ്ങളൊന്നും ആയിക്കൊള്ളുന്നില്ല. അത് കിട്ടുമ്പോൾ നമുക്കറിയാം നമ്മുടെ മനസ്സിന് ഭയങ്കര ബലം വരും, അങ്ങ് പൊക്കോളം പറയും. അപ്പൊ നമ്മൾ ചില കാര്യങ്ങൾ അങ്ങ് ഏറ്റെടുക്കുമ്പോൾ അതിനകത്ത് കൃത്യമായിട്ടൊന്നും ഈ വേദപുസ്തകത്തിലെ വാഗ്ദത്തങ്ങളൊന്നും ആയിക്കൊള്ളുന്നില്ല. അത് നമുക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ചിലപ്പോൾ ചില കാര്യങ്ങളിൽ നമ്മളെ അങ്ങ് മുൻപോട്ട് പ്രൊമോട്ട് ചെയ്യും. അതപ്പോ കുറിച്ച് വെച്ചാൽ മതി, അതെന്റെ കർത്താവ് എനിക്ക് തന്നതാണ്. അത് ദാവീദിന് കൊടുത്തതല്ല, അത് പൗലോസിന് കൊടുത്തതല്ല, അത് എന്നെ അറിഞ്ഞ് എനിക്ക് എൻ്റെ ദൈവം തന്ന ചില പേഴ്സണൽ പ്രോമിസുകളുണ്ട്. ഞാൻ ആ ഭാഗത്ത് നിൽക്കാതെ ഞാൻ മുമ്പോട്ട് വരിക. ദൈവമക്കളെ, വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യണം? കാത്തിരിക്കണം. ദൈവത്തിന്റെ വാഗ്ദത്തം എൻ്റെ ജീവിതത്തിൽ സഫലമാകാനായി നമ്മൾ കാത്തിരിക്കണം. ഓക്കെ, അതിനുവേണ്ടി യെരൂശലേം നിങ്ങൾ വിട്ട് പോകരുത് എന്ന് പറഞ്ഞാൽ ഇത് അതിന്റെ ഒരു ടൈമിംഗ് ആണ് അവിടെ പറയുന്നത്. ഏതാണ് അതിന്റെ ടൈമിംഗ്? വിശ്വാസ ജീവിതത്തിന്റെ ആദ്യ നാളുകളാണ് അതിന്റെ സമയം. യെരൂശലേം വിട്ടാൽ പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുക. പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുൻപ് അവന്റെ പുനരുത്ഥാനത്തിന്റെ തിരിച്ചറിവ് നമുക്കുണ്ടാകണം. വാഗ്ദത്തങ്ങൾ നമ്മൾ പ്രാപിക്കണം. അത് പ്രാപിച്ചിട്ടേ നീ എന്ത് ചെയ്യാവൂ? നീ യെരൂശലേം വിട്ടു പോകാവൂ. അതുകൊണ്ടാണ് നമ്മള് ഇതുവരെയായിട്ട് എന്ത് ചെയ്യാത്തത്? യെരൂശലേം വിട്ടു പോകാത്തെന്നുള്ള പോട്ടെ, വീട് വിട്ടു പോലും പോകാത്തതിന്റെ കാരണം നമുക്ക് ഇതുവരെ എന്താകാൻ പറ്റിയിട്ടില്ല. ഒന്നാമതിപ്പോ വയ്യാണ്ടായി, പറ്റില്ലാണ്ടായി. ഓക്കെ, പറ്റുന്നൊരു കാലത്ത് എവിടെ പോയി? അപ്പോസ്തല പ്രവൃത്തി പഠിക്കുമ്പോൾ നിങ്ങൾ കേട്ടോ, പറ്റുന്ന കാലത്ത് എവിടെ പോയി? പറ്റുന്ന കാലത്ത് വേറെ പല കാര്യങ്ങൾക്കായിട്ട് പോയി. രണ്ടൊരു ചത്തും വേരറ്റും. ശരിക്കും യൂസ്ലെസ് ആയിട്ട് പോലും, യൂസ്ലെസ് ആയെന്ന് മറ്റാരും പറഞ്ഞല്ല, സ്വയം പറയാ, ഇനി എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്ന് പറയുന്ന ആ കാലം മുതലെങ്കിലും ഒരു പൂർണ്ണ സമർപ്പണത്തെ കുറിച്ച് ചിന്തിക്കാൻ സാധിക്കാത്തവരെ കുറിച്ച് നമ്മൾ അത്ഭുതം കൂറുകയല്ലാതെ വേറെ ഒന്നും പറയാനായിട്ടില്ല. അപ്പോ നമ്മൾ യെരൂശലേം വിടും മുമ്പ് അവന്റെ പ്രത്യക്ഷതയുടെ ശക്തി, ഉയർത്തെഴുന്നേറ്റ കർത്താവ് ജീവിച്ചിരിക്കുന്നു എന്നുള്ള ദൃഷ്ടാന്തങ്ങളാലുള്ള അനുഭവങ്ങൾ നമ്മൾ സ്വന്തമാക്കണം. വാഗ്ദത്തത്തിനു വേണ്ടി, വാഗ്ദത്തം പൂർത്തീകരിക്കപ്പെട്ടിട്ടേ, അനുഭവിച്ചിട്ടേ നമ്മൾ യെരൂശലേം വിട്ട് പോകാവൂ. അവിടെ നീ കാത്തിരിക്കണം. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പ് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം കഴിപ്പിക്കും. യോവേൽ 2:28 ഇങ്ങനെയാണ്. അതിന്റെ ശേഷമോ ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. അതാണ് വാഗ്ദത്തം. ആ വാഗ്ദത്തത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? യെരൂശലേമിൽ കാത്തിരിക്കേണ്ടത്. അതിനു വേണ്ടി കാത്തിരിക്കണം. അതാണ് പരിശുദ്ധാത്മാവിനാലുള്ള സ്നാനം, പരിശുദ്ധാത്മാവിനാലുള്ള അഭിഷേകം, പരിശുദ്ധാത്മ നിറവ്. അതാണ്
വാഗ്ദത്ത പ്രകാരമുള്ള അല്ലെങ്കിൽ വാഗ്ദത്തിന് വേണ്ടി കാത്തിരിക്കണമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം. 6-ാമത്തെ വാക്യം, ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവർ അവനോട് ആദ്യം എന്ത് നമ്മൾ പറഞ്ഞു? അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ. 4-ാം വാക്യത്തിൽ കണ്ടോ, അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ശരിക്കും അവൻ അക്ഷരികമായി തന്നെ അവന്റെ പ്രസൻസ് അവർക്ക് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അവിടുത്തെ സംഭാഷണം ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ കൃത്യമായ വെളിപ്പെടൽ, ഊഹമല്ലത്, തോന്നലല്ലത്, സ്വപ്നങ്ങളല്ലത്, പാമ്പും ചേമ്പും പനയും കണ്ടിട്ട് പ്രവചിക്കുന്ന നല്ല കാര്യമല്ല. കൃത്യമായി യേശുവിനോട് അവിടെ പറയുന്നത് അവൻ അവരുമായി കൂടിയിരിക്കുന്നു എന്നാണ്. അവൻ അവരുമായി കൂടിയിരിക്കുന്നു. അവർ അവനുമായി കൂടിയിരിക്കുന്നല്ല, അവൻ അവരോട് ചേർന്നിരിക്കുന്നു, അവൻ അവരുമായി കൂടിയിരിക്കുന്നു. 6-ാം വാക്യത്തില് ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ, അവൻ അവരുമായി ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ. ആദ്യത്തെ കാര്യങ്ങൾ 5ഉം 6ഉം 4ഉം 5ഉം വാക്യങ്ങൾ കർത്താവ് അവരോട് പറഞ്ഞതാണ്. ആ കൂടിയിരിക്കുമ്പോൾ 4ഉം 5ഉം വാക്യങ്ങൾ കർത്താവ് അവരോട് പറഞ്ഞതാണ്. എന്നാൽ 6-ാമത്തെ വാക്യത്തിൽ അവൻ അവരോട് പറയുന്നതാണ്. അപ്പൊ എപ്പോഴും കർത്താവുമായിട്ടുള്ള കൂടിയിരിപ്പ് ഒന്നും കർത്താവുമായിട്ട് കൂടിയിരിക്കുന്നതൊന്നും വൺ വേ അല്ല, ടു വേ ആണത്. അങ്ങോട്ടും ഇങ്ങോട്ടുമാണ്. അവൻ അവരോടും പറയും, അവർ അവനോടും പറയും. അതാണ് കർത്താവുമായിട്ടുള്ള കൂടിവരവിന്റെ പ്രത്യേകത. കർത്താവുമായിട്ടുള്ള കൂടിവരവ് ഓൺലൈൻ മീറ്റിംഗ് ഒന്നുമല്ല. ഓൺലൈൻ മീറ്റിംഗ് ആണെങ്കിൽ വൺ വേ ആണ്. ഞാൻ പറയണു, നിങ്ങൾ കേൾക്കണു, നിങ്ങൾ എഴുതണു. ഇതല്ലാണ്ട് ഞാൻ അനുവദിക്കാതെ നിങ്ങൾ അത് ഇങ്ങോട്ടേക്ക് ചെയ്യുക എന്ന് അത് നമ്മൾ ചെയ്യാറില്ല. അപ്പൊ ഇത്രയേ ഉള്ളൂ കാര്യം. ഇത് ടു വേ ആണ്. നാം അവനോട് കൂടെ ഇരിക്കുമ്പോൾ അവൻ നമ്മളോട് പറയും, നമ്മൾ അവനോടും പറയും. ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവർ അവനോട്, കർത്താവേ, നീ ഇസ്രായേലിന് ഈ കാലത്തിലോ രാജ്യം യഥാസ്ഥാനമാക്കി കൊടുക്കുന്നത് എന്ന് പറഞ്ഞു. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 7-ാമത്തെ അധ്യായം അതിന്റെ 27-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. പിന്നെ രാജ്യത്വവും ആധിപത്യവും ആകാശത്തിന് കീഴിൽ എല്ലായിടവുമുള്ള രാജ്യങ്ങളുടെ മഹത്വവും അത്യുന്നതന്റെ വിശുദ്ധന്മാരായ ജനത്തിന് ലഭിക്കും. അവന്റെ രാജ്യത്വം നിത്യരാജ്യത്വമാകുന്നു. സകല ആധിപത്യങ്ങളും അവനെ സേവിച്ചനുസരിക്കും. അപ്പൊ ആർക്ക് ലഭിക്കും? അത്യുന്നതന്റെ വിശുദ്ധന്മാരായ ജനത്തിന് ലഭിക്കും. അത്യുന്നതന്റെ വിശുദ്ധന്മാരായ ജനത്തിന് എന്തോ ലഭിക്കും? രാജ്യത്വം ലഭിക്കും. 6-ാം വാക്യത്തിലെ അവരുടെ ചോദ്യം ഇതാണ്, കർത്താവേ, നീ ഇസ്രായേലിന് ഈ കാലത്തിലോ രാജ്യത്വം യഥാസ്ഥാനമാക്കി കൊടുക്കുന്നത്? അവൻ അവരോട്, പിതാവ് തന്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് എനിക്കുള്ളതല്ല എന്നല്ല, നിങ്ങൾക്കുള്ളതല്ല. അത് മിസ്റ്ററിയാണ്. ഇപ്പൊ അവന്റെ രാജ്യത്തിന്റെ യഥാസ്ഥാപനം എന്ന് പറയുന്നത് ഭാവികാല സംഭവങ്ങളെ കുറിച്ചുള്ളത്. നമ്മൾ അറിയേണ്ടതൊക്കെ അവൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ അത്യാവശ്യം അറിയേണ്ടാത്തതൊന്നും എന്ത് ചെയ്തിട്ടില്ല? വെളിപ്പെടുത്തിയിട്ടില്ല. ആ വെളിപ്പെടുത്തപ്പെട്ടതാണ് വെളിപ്പാട് പുസ്തകം. ആ കാലങ്ങളെയും ആ സമയങ്ങളെയും ആ രാജ്യത്തിന്റെ വെളിപ്പെടുത്തലുകളെ കുറിച്ചും വെളിപ്പെടുത്തുന്ന വെളിപ്പാടാണ് വെളിപ്പാട് പുസ്തകം. അപ്പൊ നിങ്ങൾ നോക്കൂ, 7-ാം വാക്യത്തിൽ പിതാവിന്റെ അധികാരത്തിലുള്ള കാര്യം നിങ്ങൾക്കുള്ളതല്ല എന്ന് പറഞ്ഞു. അത് ആ കാലങ്ങൾ നമുക്ക്
മിസ്ട്രിയാണ്, മർമ്മമാണ്. എന്നാൽ അതിന്റെ കുറെ കാര്യങ്ങൾ യോഹന്നാനെ സ്വർഗത്തിൽ കൊണ്ടുപോയി പത്മോസ് ദ്വീപിൽ വെച്ച് കർത്താവ് യോഹന്നാന് പ്രത്യക്ഷനായി ചില കാര്യങ്ങൾ അവനെ കാണിച്ചു കൊടുത്തു. എങ്ങനെയാണ് അവന്റെ രാജ്യത്തിന്റെ യഥാസ്ഥാപനമെന്ന് അവനെ വെളിപ്പെടുത്തി കൊടുത്തു. ആമോസ് പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 11-12 വാക്യം ഇങ്ങനെയാണ്: അവർ ഏദോമിൽ ശേഷിച്ചിരിക്കുന്നവരുടെയും എന്റെ നാമം വിളിക്കപ്പെടുന്ന സകല ജാതികളുടെയും ദേശത്തെ കൈവശമാക്കേണ്ടതിന് വീണുപോയ ദാവീദിൻ കൂടാരത്തെ ഞാൻ അന്നാളിൽ നിവർത്തുകയും അതിന്റെ പിളർപ്പുകളെ അടയ്ക്കുകയും അവന്റെ ഇടിവുകളെ തീർക്കുകയും അതിനെ പുരാതന കാലങ്ങളിൽ എന്ന പോലെ പണിയുകയും ചെയ്യും എന്നാകുന്നു ഇത് അനുഷ്ഠിക്കുന്ന യഹോവയുടെ അരുളപ്പാട്. അപ്പൊ ഒരു തകർന്നു പോയതിനെ പുനഃസ്ഥാപിക്കുക, യഥാസ്ഥാനപ്പെടുത്തുക, മാറിപ്പോയതിനെ യഥാസ്ഥാനത്താക്കുക. ആ കാലയളവിനെ സംബന്ധിച്ച് 7-ാം വാക്യത്തിൽ പറയുന്ന കാര്യങ്ങളെ സംബന്ധിച്ചുള്ള കാലാനുക്രമണികയനുസരിച്ചുള്ള വെളിപ്പെടുത്തലുകൾ കാണാൻ വെളിപ്പാട് പുസ്തകത്തിൽ ചെല്ലണം. ഞാൻ അതിനൊരു സെന്റൻസ് പറഞ്ഞാൽ, വേദപുസ്തകത്തിലെ 65 പുസ്തകങ്ങളിലായി ചിന്നിച്ചിതറിക്കിടക്കുന്ന സകല പ്രവചനങ്ങളെയും കാലാനുക്രമമനുസരിച്ച് വെളിപ്പെടുത്തി തന്നിട്ടുള്ളതാണ് വെളിപ്പാട് പുസ്തകം. ഓക്കെ, അപ്പൊ ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കാം. 7-ാം വാക്യത്തിൽ തീരട്ടെ. കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്ക് ഉള്ളത് അല്ല. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് കണ്ണുകളുടെ അടയ്ക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ ദൈവമേ, കരുണയുള്ള കർത്താവേ, നീ ഞങ്ങളോട് സംസാരിച്ച നിന്റെ വചന നിമിത്തം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. നിന്റെ വ്യക്തിപരമായ വെളിപ്പെടലുകൾ, അങ്ങയുടെ വ്യക്തിപരമായ സാന്നിധ്യം, ആ തിരിച്ചറിവ് ഞങ്ങൾക്ക് നീ ധാരാളമായി തരണമേ. ആ തിരിച്ചറിവോടെ ഞങ്ങൾക്ക് മുൻപോട്ട് പോകാൻ അങ്ങ് കൃപയാകണം. യെരുശലേം വിട്ട് ഒരു യാത്രയ്ക്ക്, യെരുശലേം വിട്ടുള്ള ഒരു യാത്രയ്ക്ക് ഇന്നുള്ളതിനേക്കാൾ അല്പം കൂടി വിപുലപ്പെടുത്തിയ ഒരു സമർപ്പണത്തിന് നിന്റെ ശക്തിയും ബലവും എനിക്ക് തരണമേ. കർത്താവിന് ക്ലാസ്സിൽ സംബന്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ടും നന്ദിയോടെ സ്തോത്രം. എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവിടുന്ന് കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ.